ശ്രീ ഉല്ലാസ് ബാബു, ഇതിൽ വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലുള്ള ചില നേതാക്കളുടെ വിമർശനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. നേരത്തെ അല്പസമയം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിനോട് ഈ ബജറ്റിൻ്റെ റിയാക്ഷൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും പറയാതെ കടന്നു കളയുകയാണ്. അതായത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനെ വിമർശിക്കാൻ ഒരു പഴുതുമില്ലാതെയാണ് ഇത്തരത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വേണ്ടേ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ? അല്ല, അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്കറിയാമല്ലോ. അദ്ദേഹം ഒരു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ക്വാളിറ്റി ഒന്നും പണ്ടും ഇപ്പോഴും കീപ്പ് ചെയ്യാറില്ല. ഇപ്പോഴും സ്വാഭാവികമായിട്ട് ആ സ്വഭാവം കൊണ്ടുവരണം. നമ്മൾ നോക്കണ്ട, ഇവിടെ നമുക്കിതിൽ ഞെട്ടിപ്പോകുന്നത് എന്തിനാ വെച്ചാൽ, ഇവിടുത്തെ പ്രതിപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിപാട് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ കണ്ടിട്ടില്ല, ഒരു വഴിപാട് ചെയ്യാന്നൊക്കെ പറയും. നമ്മളൊരു ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞാൽ നേരെ മാധ്യമങ്ങളെ വിളിക്കുക, കേരളത്തിനൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്തടിസ്ഥാനത്തിലാണ് പോകേണ്ടത്? ഈ MP-മാരായിട്ട് ജയിച്ചു പോയവരെ കൊണ്ട് കൃത്യമായിട്ട് ഈ ബഡ്ജറ്റിനെ കുറിച്ച് പഠിച്ച് ചർച്ചയ്ക്ക് വരാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു MP-ക്ക് ഈ ബഡ്ജറ്റ് കേരളത്തെ അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനങ്ങളോട് ഒരു വിരോധം കാണിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാറ്റിലും ഊണിലും ഉറക്കത്തിലും നടത്തത്തിലും കിടത്തത്തിലും ഒക്കെ രാഷ്ട്രീയം കാണുകയാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇതൊരു നാടിൻ്റെ വികസനത്തിൻ്റെ വലിയ സ്വപ്നങ്ങളിലേക്ക് കാൽച്ചുവട് വെച്ച് മുന്നോട്ട് പോക്ക് തുടങ്ങിയിട്ട് 2014 തുടങ്ങിയ യാത്രയുടെ ഓരോ പടിയായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. 22 ലക്ഷം ജോലി സാധ്യതകൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇന്ത്യയെ വലിയൊരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമമാണ്. ഇന്ത്യയെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹബ്ബിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഓരോ കാര്യങ്ങളും പഠിച്ച് അവിടെയുള്ള വ്യത്യസ്തമായ മേഖലകൾക്ക് കൂടി ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യണം. നോക്കൂ, സർക്കാർ ജില്ലാ ആശുപത്രികളിൽ നമുക്ക് അത് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും. സർക്കാർ ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ വാർഡുകൾ അടങ്ങുന്ന കാര്യങ്ങളിലേക്ക് ആരോഗ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഊട്ടിപ്പോയിട്ട് ജനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സർക്കാരും കൂടി കൈത്താങ്ങായി. അതായത് ഉല്ലാസ് ബാബു, നമ്മുടെ രാജ്യത്തെ ഒരു വലിയ പ്രശ്നമാണ് ഈ അർബുദ രോഗികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്. അത് മറികടക്കാൻ പോലുമുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലാ ആശുപത്രികളും ക്യാൻസർ കെയർ സെൻ്ററുകൾ ആരംഭിക്കുകയാണ്. മാത്രവുമല്ല, അവിടെ പാലിയേറ്റീവ് കെയർ സംവിധാനം ഉൾപ്പെടെ ആ കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആശ്വാസ നടപടികൾക്ക് കൂടി വിഭാവനം ചെയ്യുന്നതാണ് ഈ ബജറ്റ്. അല്ല, ഇതിലും ഒറ്റ കാര്യം, ഇതൊക്കെ മധ്യവർഗങ്ങളെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും അതുപോലെ തന്നെ വളർന്നു വരാനുള്ള സാഹചര്യങ്ങളില്ലാതെ പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകളെയും ഒരുമിച്ച് പിടിച്ച് മുന്നോട്ട് പോകണമെന്നും അവർക്ക് സർക്കാർ ഒരു രക്ഷകനായി ഉണ്ടാകണമെന്നുള്ള സതുദ്ദേശത്തിൻ്റെ പരമായിട്ടും എല്ലാവരും കൂട്ടുപിടിക്കുകയാണ്. ആ കൂട്ടുപിടിക്കുന്നതിന് ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പച്ചയായ രാഷ്ട്രീയം മാത്രമാണ്. നമ്മൾ റോഡിൻ്റെ സംവിധാനം നോക്കൂ, ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്കാണ്, അത് 2ാം സ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. എന്തുകൊണ്ടാണ്? അത് ഇന്ത്യയുടെ സർക്കാർ വളരെ കൃത്യമായിട്ട് ഇടപെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ടൂറിസം സെക്ടറിനകത്ത് കേരളം വരില്ലേ? എല്ലാ ജില്ലാ ആശുപത്രികളിലും ലിസ്റ്റ് പറയുന്ന സമയത്ത് അതിനകത്ത് കേരളം വരില്ലേ? കർഷകൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ കേരളത്തിലെ കർഷകൻ അതിൽ പെടില്ലേ? പാലക്കാട് IIT ഇതിൽ പെടുന്നതല്ലേ? MSMEയിലൂടെ കൃത്യമായിട്ട് സ്റ്റാർട്ടപ്പ് പദ്ധതികളെ സംരക്ഷിക്കുമ്പോൾ അതിൽ കേരളം വരില്ലേ? ഇവിടെ മുദ്ര ലോൺ പദ്ധതിയിലൂടെ ടൂറിസം മേഖലയിലെ ഹോം സ്റ്റേ അടക്കമുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്ന സമയത്ത് അതിൽ കേരളത്തിലെ ജനങ്ങൾ വരില്ലേ? അപ്പോൾ സ്റ്റാർട്ടപ്പ് പദ്ധതികളെ പോലെ തന്നെ അവരുടെ പരിധി ഉയർത്തുന്ന സമയത്ത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അത് ഗുണകരമാവില്ലേ? അതേപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന സകലവിധ സൗകര്യങ്ങളും മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാ മേഖലകളിലെയും ഇതിനു മുൻപും കൈത്താങ്ങായി നിന്നിട്ടുണ്ട്. ഇത് കൂടുതൽ കൈത്താങ്ങായി നിൽക്കുന്നു. അവ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടില്ലേ? കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ലേ? മരുന്നിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ലേ?
കിട്ടില്ലേ? മെഡിക്കൽ ടൂറിസം വന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ലേ? എയർപോർട്ടുകൾ കണക്ടിവിറ്റി കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് ബിസിനസ്സിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന, ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന വലിയൊരു പദ്ധതിയുടെ തുടക്കമായിട്ടുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് പൈസ മാറ്റിവെക്കുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമായി വരില്ലേ? ഈ മേഖലയിൽ സാമ്പത്തിക സൗകര്യം ഏർപ്പെടുത്തുന്ന സമയത്ത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്നതല്ലേ? അപ്പോൾ ഈ സംസ്ഥാന ദേശീയപരമായിട്ടൊരു വലിയൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം ശരിയല്ല. ഈ കേരളത്തിലെ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ ലഡു കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളായി മാറിയത് അവരാണ്. സീനിയർ സിറ്റിസനെ കൈത്താങ്ങായി നിന്നിട്ടുണ്ട്. TDS കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ഇൻകം ടാക്സിൻ്റെ പുതിയ ഒരുപാട് നൂലാമാലകളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു സൗഹൃദപരമായിട്ടുള്ള ഇൻകം ടാക്സ് നിയമം എന്നുകൂടി ബിസിനസ് ആളുകൾക്ക് ഗുണം കിട്ടുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അടുത്ത വീക്കിൽ, അടുത്ത ആഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ചുവടുവെപ്പ് എന്ന് പറയപ്പെടുന്നത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ ജോബ്ലെസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇവർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ 22 ലക്ഷം പുതിയ ജോബുകൾക്കാണ് ഊന്നൽ നൽകുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർഷകനെ ഒപ്പം പിടിക്കുമ്പോൾ തന്നെ മത്സ്യബന്ധന മേഖലയിലും കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ചെറുകിട ആളുകളെ അടക്കം, മധ്യവർഗ ആളുകളെ അടക്കം, പ്രായോഗികമായി കച്ചവടം ചെയ്യുന്ന ആളുകളെ അടക്കം, ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ അടക്കമുള്ള ആളുകളെ ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് വളരാനുള്ള സാഹചര്യം ഒരു പാതയൊരുക്കുമ്പോൾ ആ സർക്കാരിനെ കൈയടിച്ച് പിന്താങ്ങുകയാണ് വേണ്ടത്. വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, എന്നാണ് നിങ്ങൾ നന്നാവാൻ പോകുന്നത് എന്ന് മാത്രമേ അവരോട് ചോദിക്കൂ. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഉല്ലാസ് ബാബുവിൽ നിന്നുണ്ടായത്.